ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് ലിബ്രിയോഫീസ് ഇംപ്രസിൽ നിന്നും വരാവുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. 5ാം ക്ലാസ്സിലെ നമ്മുടെ ഇന്ത്യ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് നദികളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് സഹായകമായ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. ഹോം ഫോൾഡറിൽ DLED ഡോക്യുമെൻറ്റ്സിലെ PS41 എന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടത്. നദികൾ ഭൂമിയുടെ രക്തധമനികൾ എന്ന ശീർഷകം ടൈപ്പ് ചെയ്ത് ആകർഷകമാക്കുക. ഫോണ്ട് സൈസ് 24, ഫോണ്ട് കളർ ബ്ലൂ, ബോൾഡ് ഇറ്റാലിക്. Ganges.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഇന്ത്യയിലെ പ്രധാന നദികളുടെ പേര് ബുള്ളറ്റ്സ് ഇട്ട് നൽകുക. ഒരു സ്ലൈഡിൽ river.mp4 എന്ന വീഡിയോ ഉൾപ്പെടുത്തുക. river.pdf എന്ന ഡോക്യുമെൻ്റ് ഹൈപ്പർ ലിങ്ക് ചെയ്യുക. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മിനിമൈസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രിയോഫീസ് ഇംപ്രസ് എന്ന രീതിയിൽ ലിബ്രിയോഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യുന്നു. ടെംപ്ലേറ്റ് വിൻഡോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ കൊടുത്ത് നമ്മൾ ഒഴിവാക്കുന്നു. ഇനി ചോദ്യത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന നദികൾ ഭൂമിയുടെ രക്തധമനികൾ എന്ന ശീർഷകം ടൈപ്പ് ചെയ്ത് ആകർഷകമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നദികൾ ഭൂമിയുടെ രക്തധമനികൾ എന്ന ശീർഷകം ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ EN എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് മലയാളം കീബോർഡ് ആക്കുന്നു. അതിനുശേഷം നദികൾ ഭൂമിയുടെ രക്തധമനികൾ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നദികൾ ഭൂമിയുടെ രക്തധമനികൾ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഫോർമാറ്റുകൾ ചെയ്യാനുണ്ട്. ഫോണ്ട് സൈസ് 24 ആണ് വേണ്ടത്. ഫോണ്ട് കളർ ബ്ലൂ ആണ്. ബോൾഡ് ഇറ്റാലിക്സും ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഫോണ്ട് സൈസ് 24 ആണ് ഇവിടെ ആക്കേണ്ടത്. ഇവിടെയാണ് പ്രോപ്പർട്ടീസിലാണ് നമ്മൾ പോകേണ്ടത്. പ്രോപ്പർട്ടീസ് ഇവിടെ ലഭ്യമല്ലെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് സെറ്റിംഗ്സ് ഐക്കണിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ലഭ്യമാവും. അതിനുശേഷം നമ്മളിവിടെ ഫോണ്ട് സൈസ് ഒരു 24 ആണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 24 കാണാം. നമ്മൾ 24 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോൾഡ് ചെയ്യാം. ബോൾഡ് ഇറ്റാലിക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബോൾഡ് ഇറ്റാലിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ബ്ലൂ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഫോണ്ട് കളറിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അങ്ങനെ മൗസ് പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ ഓരോ കളറിൻ്റെയും പേരിവിടെ കാണിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് ബ്ലൂ സെലക്ട് ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ Ganges.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് കീ അമർത്തുന്നു. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇമേജിന് പകരം നമുക്ക് ഇമേജിൻ്റെ ഐക്കണിലും ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഹോമിലെ PS41 DLED ഡോക്യുമെൻറ്റ്സിനകത്താണ് PS41 ഉള്ളത്. DLED ഡോക്യുമെൻറ്റ്സിനകത്ത് PS41 നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്ക് Ganges.jpg കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് റിവറിൻ്റെ ഒരു ചിത്രം അവിടെ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് നമുക്കത് ക്രമീകരിക്കാം. ഓക്കെ, നമ്മൾ ചിത്രം ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഇന്ത്യയിലെ പ്രധാന നദികളുടെ പേര് ബുള്ളറ്റ്സ് ഇട്ട് നൽകാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിലുള്ള PS41 ഫോൾഡറിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ DLED ഡോക്യുമെൻറ്റ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. PS41 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്കൊരു നോട്ട് എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും, ഒരു ടെക്സ്റ്റ് ഫയൽ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നോട്ട് മലയാളം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ലഭ്യമാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം. ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന ഹെഡിങ് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യയിലെ പ്രധാന നദികൾ എന്നത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മൾ ഇവിടെ നമ്മളെ PPTയിൽ വന്ന് പുതിയൊരു സ്ലൈഡ് നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് ന്യൂ സ്ലൈഡ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ബോൾഡ് ചെയ്യാം.
ഓക്കെ, അതുപോലെ അതിൻ്റെ സൈസ് നമുക്കൊന്ന് സ്വല്പം കുറക്കാം, ഒരു 26 ആക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാന നദികൾ ബുള്ളറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ട് 1 ഒരു ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്ക് അറിയാം. ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. നമ്മളിത് ഡിലീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചില ഫയലിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ലഭ്യമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഡ്രോ ചെയ്യുന്നു. അതിനകത്ത് ബുള്ളറ്റ്സ് വരുത്താൻ വേണ്ടി നമ്മൾ ഇവിടെ പ്രോപ്പർട്ടീസിൽ വന്ന് ടോഗിൾ ബുള്ളറ്റ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുള്ളറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ നമ്മൾ അതേ ഏരോ മാർക്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലായിട്ട് നമുക്ക് മോർ ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈസ് അതുപോലെയുള്ള കുറേ ഓപ്ഷൻസ് ലഭ്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ സൈസ് അതുപോലെ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന നദികൾ ഈ ടെക്സ്റ്റ് ഫയലിൽ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. സിന്ധു മുതൽ താപ്തി വരെ നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള PPT ഫയൽ അൺടൈറ്റിൽഡ് 1 എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മളെ താഴത്തെ പാനലിൽ ലഭ്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലഭ്യമാവും. അപ്പോൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളും ഇവിടെ ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് ഇതിൻ്റെ കളർ നമുക്ക് ചുവപ്പാക്കാം. അതുപോലെ ഇതിൻ്റെ സൈസ് ഒരു 20 ആക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നദികൾ നമ്മളിപ്പോൾ ഇവിടെ ബുള്ളറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ലൈഡിൽ river.mp4 എന്ന വീഡിയോ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ സ്ലൈഡ് ഇവിടെ നിർമ്മിക്കുകയാണ്. ന്യൂ സ്ലൈഡ്. നമുക്ക് ഈ 2 ടെക്സ്റ്റ് ബോക്സും ഇവിടെ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ രണ്ടിലും ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് കീ അമർത്തുന്നു. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഓഡിയോ ഓർ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ DLED എക്സാം അഥവാ ഹോം ഫോൾഡറിനകത്ത് DLED ഡോക്യുമെൻറ്റ്സിനകത്ത് PS41 നമുക്ക് river.mp4 എന്ന് പറയുന്ന ഒരു ഫയൽ ലഭ്യമാണ്. അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ലഭ്യമാണ്. നമ്മൾ ഈ നോട്ട്സിൽ വെച്ച് നമ്മൾ ഈ വീഡിയോ നമ്മുടെ വലുപ്പം ഒന്ന് ക്രമീകരിക്കുകയാണ്. വീഡിയോ ഈ ഒരു സ്ലൈഡിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോ അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളോട് ചോദ്യത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് river.pdf എന്ന ഡോക്യുമെൻ്റ് ഹൈപ്പർ ലിങ്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു സ്ലൈഡിൽ പോവാം. ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റിവർ എന്ന് പറയുന്ന ഒരു നെയിം, ഇനി ഇവിടെ നമുക്ക് അബൌട്ട് റിവർ എന്നോ അല്ലെങ്കിൽ പുഴകളെക്കുറിച്ച് എന്നോ എന്തെങ്കിലും ഒരു വേർഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്ക് പുഴകളെക്കുറിച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വേർഡ് കൊടുത്തിട്ടുണ്ട് പുഴകളെക്കുറിച്ച്. ഇതൊന്ന് നമ്മൾ ബോൾഡ് ചെയ്യാണ്. ബോൾഡ് ചെയ്തിട്ട് നമുക്കിതിനെ സെൻറ്ററിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മളിതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ ലൈനിൽ അതിൻ്റെ സെലക്ഷനിൽ വെച്ച് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യാണ്. ഇനി ഈ ഒരു വേർഡിനെ നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ആ വേർഡ് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നമുക്ക് URL അല്ല നമുക്ക് ഇവിടെ ഹൈപ്പർ ലിങ്ക് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി ആ ഡോക്യുമെൻ്റ് ഇരിക്കുന്ന പാത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ ഓപ്പൺ ഫയൽ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആ ഫയൽ ഇരിക്കുന്നത് ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിനകത്ത് PS41 river.pdf എന്ന് പറയുന്ന ഫയലാണ്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഒന്നുകൂടി പറയാം. ഹോം ഫോൾഡറിൽ DLED ഡോക്യുമെൻറ്റ്സിൽ PS41 നമുക്ക് തന്ന ഫോൾഡർ നമ്മൾ കറക്റ്റായി ഓപ്പൺ ചെയ്ത് പോകുന്നു. അതിനകത്ത് river.pdf സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ പാത്ത് ലഭ്യമായിട്ടുണ്ട്, അതിൻ്റെ ഫോൾഡർ അഡ്രസ്സ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പുഴകളെക്കുറിച്ച് എന്നുള്ള വേർഡ് ഹൈപ്പർ ലിങ്കായി മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് സ്ലൈഡ് ഷോയിൽ ലഭ്യമാണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് ഷോയിൽ നമ്മൾ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യത്തെ സ്ലൈഡ് ലഭ്യമാണ്. ഇനി നമ്മൾ ഇവിടെ ആരോ മാർക്ക് ഉപയോഗിച്ച് അടുത്ത സ്ലൈഡുകളിലേക്ക് പോകുന്നു.
നമുക്ക് മൂന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ ആ പുഴയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ സ്ലൈഡിലാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹൈപ്പർ ലിങ്ക് കാണണമെങ്കിൽ നമ്മൾ ഈ പുഴകളെക്കുറിച്ച് എന്ന് പറയുന്ന വേർഡിന് മുകളിൽ വെച്ച് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മളിപ്പോൾ ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് ആ ഫയൽ ഇവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിവിടെ എസ്കേപ്പ് കീബോർഡിലെ ഇടത് സൈഡിലെ ഏറ്റവും തറ്റത്തായിട്ട് നമുക്കൊരു ESC എസ്കേപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയലിൽ നിന്ന് പുറത്തേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫയൽ ലഭ്യമായിട്ടുണ്ട്. ഇത് തുറന്നു വരുന്നത് നമ്മളെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ചില സിസ്റ്റങ്ങളിൽ കുറച്ച് സാവധാനമേ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് വരുള്ളൂ. നമ്മൾ എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാലും കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് പുറത്തോട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ river.pdf ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് നമ്മൾ കൊടുത്തത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഫയൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ച ഈ ഇംപ്രസ് ഫയൽ എടുക്കാം. അതിനുശേഷം ഫയലിൽ നമ്മൾ സേവോ അല്ലെങ്കിൽ സേവാസോ കൊടുക്കാം. ഫയൽ മെനുവിൽ നിന്ന് നമ്മൾ സേവാസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിലെ DLD പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അൺടൈറ്റിൽഡ് 1 എന്ന് നമ്മൾ മായ്ച്ചതിന് ശേഷം നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇടുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളം കീബോർഡ് ലേഔട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് മൈനസ് ആൽഫബറ്റിന് മുകളിലുള്ള മൈനസ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അണ്ടർസ്കോർ ഇടുന്നു. ഇവിടെ നമ്മൾ Q6 നമ്മളൊരു ചോദ്യത്തിൻ്റെ നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചോദ്യത്തിൻ്റെ നമ്പർ Q6 എന്നതിന് പകരം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഏതാണോ അതിന് Q1 Q2 അങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് DLD പ്രൊഡക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ലഭ്യമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ച ഫയലും ഈ ഒരു ചോദ്യവും നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ആവശ്യമില്ലാത്ത ഫയലുകൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. DLD പ്രൊഡക്ട്സും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ ലഭ്യമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് LibreOffice ഇംപ്രസിൽ നിന്നും വരാവുന്ന മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. DLD 2ാം സെമസ്റ്ററിൽ സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറിൽ നോവൽ സാഹിത്യം പരിചയപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. ഹോം ഫോൾഡറിൽ DLD ഡോക്യുമെൻസിലെ PS45 എന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടത്. നോവൽ സാഹിത്യം എന്ന തലക്കെട്ട് ഫോണ്ട് സൈസ് 32, ഫോണ്ട് കളർ മജൻഡ, ബോൾഡ് ഇറ്റാലിക്സിൽ ടൈപ്പ് ചെയ്യുക. സ്ലൈഡിൽ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ കവർ ചിത്രവും മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ കവർ ചിത്രവും ഉൾപ്പെടുത്തുക. നോവൽ വിഭാഗങ്ങൾ ബുള്ളറ്റ്സ് ഇട്ട് ആനിമേഷൻ നൽകുക. വത്സല.mp4 എന്ന വീഡിയോ ഉൾപ്പെടുത്തുക. novel.pdf എന്ന ഡോക്യുമെൻ്റ് ഹൈപ്പർ ലിങ്ക് ചെയ്യുക. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിൽ DLD പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, LibreOffice ഇംപ്രസ് എന്ന രീതിയിൽ LibreOffice ഇംപ്രസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചതുപോലെ സെലക്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഈ വിൻഡോ ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് പോലെ നോവൽ സാഹിത്യം എന്ന തലക്കെട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കീബോർഡ് മലയാളത്തിലേക്കാക്കുന്നു. EN എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മലയാളം ചൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് എഴുതേണ്ടത് നോവൽ സാഹിത്യം എന്നാണ്. നമ്മൾ മലയാളത്തിൽ നോവൽ സാഹിത്യം എന്ന് എഴുതുന്നു. ഓക്കെ, നമ്മൾ നോവൽ സാഹിത്യം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് 32 ആണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പ്രോപ്പർട്ടീസ് വിൻഡോയിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് 36 ആണ് ഇതിൻ്റെ ഫോണ്ട് സൈസ് വരേണ്ടത്. നമ്മളിവിടെ ഫോണ്ട് സൈസിനകത്ത് 36 കൊടുക്കുന്നു. അതിനുശേഷം ബോൾഡ് ഇറ്റാലിക് ചെയ്യുന്നു. ഇനി നമുക്ക് കളറ് മജൻഡ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കളറ് സെലക്ട് ചെയ്ത് മജൻഡ സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളെ കളറ്. നമ്മൾ മൗസ് പോയിൻ്റർ വെക്കുമ്പോൾ ഓരോ കളറിൻ്റെയും പേരവിടെ കാണാം. ഇതാണ് മജൻഡ. നമ്മൾ മജൻഡ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലൈഡിൽ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ കവർ ചിത്രവും മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ കവർ ചിത്രവും ഉൾപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് ഇമേജോ അതല്ലെങ്കിൽ ഇമേജ് എന്ന ഈ ഐക്കണിൽ ഇൻസേർട്ട് ഇമേജ് ഐക്കണിലോ ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഹോം ഫോൾഡറിലുള്ള DLL ഡോക്യുമെൻറ്റ്സിനകത്ത് PS45 എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമുക്ക് indulega.jpg ആണ് വേണ്ടത്. അപ്പോൾ indulega.jpg നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇന്ദുലേഖ നോവലിൻ്റെ കവർ ചിത്രം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മ എന്ന ചിത്രം ഉൾപ്പെടുത്താം. അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തത് കൊണ്ട് ആ ഫോൾഡർ തന്നെ നമുക്ക് കാണാവുന്നതാണ്. PS45 തന്നെ ആയിരിക്കും ഇൻസേർട്ട് ഇമേജിൻ്റെ വിൻഡോ ലഭ്യമായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർത്താണ്ഡവർമ്മ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 2 കവർ പേജുകളും ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യഥാക്രമം അതിൻ്റെ സൈസും അതുപോലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ ഉചിതമായ സ്ഥലം അവിടെ നമുക്കത് ഉൾപ്പെടുത്താം. അടുത്തതായി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോവൽ വിഭാഗങ്ങൾ ബുള്ളറ്റ്സ് ഇട്ട ആനിമേഷൻ നൽകാനാണ്. നോവൽ വിഭാഗങ്ങൾ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് PS45ലേക്ക് പോയി ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹോം ഫോൾഡറിനകത്ത് DLL ഡോക്യുമെൻറ്റ്സിലേക്ക് നമ്മൾ പോകുന്നു. അതിനകത്ത് PS45 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോട്ട് മലയാളം എന്ന് പറയുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോവൽ വിഭാഗങ്ങൾ നമുക്ക് ബുള്ളറ്റ്സ് ഇട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്ലൈഡ് തയ്യാറാക്കാം. പുതിയ സ്ലൈഡ് എടുക്കാം. സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ പോയി നമ്മൾ പുതിയൊരു സ്ലൈഡ് ഇവിടെ നിർമ്മിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നോവൽ വിഭാഗങ്ങൾ എന്നുള്ള ഈ ഹെഡിങ് നമ്മൾ ഈ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യാൻ വേണ്ടി അത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അടിയിലെ പാനലിൽ നമ്മൾ മിനിമൈസ് ചെയ്ത് വെച്ച ഈ അൺടൈറ്റിൽഡ് ലിബ്രിയോഫീസ് ഇംപ്രസ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നോവൽ വിഭാഗങ്ങൾ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ഭാഗം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് അതിനുള്ള സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. അതുപോലെ ഒന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്, ബോൾഡ് ഇറ്റാലിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് ബുള്ളറ്റ്സ് ഇട്ടിട്ടാണ് നമുക്ക് നോവൽ വിഭാഗങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബുള്ളറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഈ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴത്തെ പാനലിലുള്ള ഇംപ്രസ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബോക്സിൽ തന്നെ നമുക്ക് ഇത് ഉൾപ്പെടുത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് ഉൾപ്പെടുത്തിയിട്ട് അതിൽ ബുള്ളറ്റ്സ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഒന്നുകൂടി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നിന്നും അതിൻ്റെ സൈസ് നമ്മൾ 24 ആക്കുന്നു. അതുപോലെ തന്നെ ബോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചതുപോലെ ഇവിടുത്തെ ബുള്ളറ്റ്സിൻ്റെ വലുപ്പം ക്രമീകരിക്കണമെങ്കിൽ നമ്മൾ ടോഗിൾ ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി മോർ ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിലേറ്റീവ് സൈസിൽ അതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാം, കൂട്ടി കൊടുക്കാം. അതുപോലെ കളറ് നമുക്ക് ഇഷ്ടമുള്ള കളറാക്കി മാറ്റാം. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബുള്ളറ്റ്സിൻ്റെ കളർ മാറുന്നതായിട്ട് കാണാം. ഇനി അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറും നമുക്ക് ബ്ലൂ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലൂ കൊടുക്കുന്നു. ഫോണ്ട് കളറിൽ പോയി ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ആനിമേഷൻ കൂടി നൽകേണ്ടതുണ്ട്. ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള മുഴുവൻ ടെക്സ്റ്റും ഒന്ന് ആദ്യം സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ ആനിമേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ആനിമേഷൻ ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആഡ് എഫക്റ്റ്, പ്ലസ് ഐക്കൺ കാണാം നമുക്കിവിടെ, അതാണ് ആഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ അപ്പിയർ എന്ന് പറയുന്ന ഒരു ആനിമേഷനാണ് ലഭ്യമായിട്ടുള്ളത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ഫ്ലൈ ഇൻ എന്ന് പറയുന്ന ആനിമേഷൻ നൽകുന്നു. അങ്ങനെ അപ്പിയർ എന്ന് കാണുന്ന എല്ലാ ആനിമേഷനും നമ്മൾ ഫ്ലൈ ഇൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഫ്ലൈ ഇൻ ആക്കുന്നു. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആനിമേഷൻ നമ്മൾ ഫ്ലൈ ഇൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്ലൈഡിൽ valsala.mp4 എന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡ് കൊടുക്കാം.
സ്ലൈഡ്, ന്യൂ സ്ലൈഡ് എന്ന ക്രമത്തിൽ നമ്മൾ പുതിയ സ്ലൈഡ് നിർമ്മിക്കുന്നു. അതിനുശേഷം ഈ ടൈറ്റിൽ നമുക്ക് ഒഴിവാക്കാം. അതിനുവേണ്ടി നമ്മൾ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് കീ അമർത്തുന്നു. 2 ബോക്സുകളും നമ്മൾ ഒഴിവാക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ valsala.mp4 എന്ന വീഡിയോ ഈ ഒരു സ്ലൈഡിലേക്ക് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഓർ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭ്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ലഭ്യമാവും. ഇവിടെ ഹോം ഫോൾഡറിനകത്ത് DLL ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് PS45 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് valsala.mp4 എന്ന് പറയുന്ന ഫയൽ കാണാം. നമുക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഓപ്പൺ, ഇവിടെ താഴ്ഭാഗത്തുള്ള ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആ വീഡിയോ ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോൻ്റെ സൈസ് സ്ലൈഡിനനുസരിച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ഇവിടെ നോഡുകളിൽ, ഇതിൻ്റെ സൈഡിലുള്ള ഈ നോഡുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ വലുപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് novel.pdf എന്ന ഡോക്യുമെൻറ്റ് ഹൈപ്പർ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അടുത്തതായിട്ട് വീണ്ടും ഒരു സ്ലൈഡ് കൂടി നിർമ്മിക്കുന്നു. സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മൾ പുതിയൊരു സ്ലൈഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാനൊരു വേർഡ് വേണം. അപ്പോൾ നമ്മളിവിടെ നോവൽ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോവൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആ വേർഡിനെ നമ്മളൊന്ന് ബോൾഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. നമ്മളതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നു. അതുപോലെ ബോൾഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് താഴത്തെ ഈ ടെക്സ്റ്റ് ബോക്സ് ഒഴിവാക്കാം. അതിനുവേണ്ടി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് അമർത്തുന്നു. ഈ ഒരു വേർഡിനെ നമുക്ക് നടുവിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഈ വേർഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന ഓപ്ഷനിൽ നമ്മൾ പോകുന്നു. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് ആണ്, PDF ആണ്. അതുകൊണ്ട് URL ആണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ പോവാം. ഇപ്പോൾ ഡോക്യുമെൻ്റ് PDF ആയതുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ഫോൾഡറിൻ്റെ ഐക്കൺ, ഓപ്പൺ ഫയൽ എന്ന് പറയുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ ഫയൽ ഇരിക്കുന്നത് PS45 ഓൾറെഡി ആ ഫോൾഡർ തന്നെയാണ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു ഫോൾഡർ ആണെന്നുവെങ്കിൽ നമുക്ക് ഹോമിൽ പോയി DLL ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, PS45 എടുക്കാം. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് novel.pdf എന്ന് പറയുന്ന ആ ഫയൽ ലിങ്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ novel.pdfൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ പാത്ത് ഇവിടെ ലഭ്യമാണ്. ഓക്കെ, പാത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു ഫയൽ ഇവിടെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈഡ് ഷോ ഒന്ന് നോക്കി കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ഭാഗങ്ങളായി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ സ്ലൈഡ് ഷോ നോക്കാൻ വേണ്ടി നമ്മൾ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓരോ സ്ലൈഡുകളായി ഇവിടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ നോവൽ നമ്മളിപ്പോൾ ഹൈപ്പർ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഹൈപ്പർ ലിങ്ക് ചെയ്ത് ലഭ്യമായിട്ടുണ്ടാവും. ഇനി നമ്മളിതിൽ നിന്ന് പുറത്തു പോകാൻ, നമ്മൾ ഈ ഒരു PDF സ്ലൈഡ് ഷോയിൽ നിന്ന് നമ്മൾ പുറത്തു പോകണമെങ്കിൽ നമ്മൾ എസ്കേപ്പ്, കീബോർഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും മുകളിലായിട്ട് എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് പുറത്തോട്ട് വരാവുന്നതാണ്. ഇവിടെ നമ്മൾ ഹൈപ്പർ ലിങ്ക് ചെയ്ത ഫയൽ ഇവിടെ ലഭ്യമായി ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതവിടെ കാണാം. novel.pdf എന്ന് പറയുന്ന ആ ഒരു ഫയൽ നമുക്കിവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിൽ DLL പ്രൊഡക്ട്സിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ മെനുവിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ Q6 എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിനകത്തുള്ള DLL പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മളിവിടെ മലയാളമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മാറ്റി ഇംഗ്ലീഷ് ആക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ _ കറക്റ്റായി വിടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ Q6 കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ ഫോൾഡർ സേവ് ഇൻ ഫോൾഡർ ഇവിടെ ലഭ്യമാണ്. നമ്മൾ കറക്റ്റായി അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് ഇത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. DLL പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തുന്നു.